ഹലോ, ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയത്തിയാട്ടോ. ഇന്നത്തെ മെയിൻ താരങ്ങൾ ഇവരൊക്കെ തന്നെയാണ്. ഇന്ന് ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇവർ വീഡിയോ എടുക്കുന്നതും ഞാൻ വോയിസ് കൊടുക്കുന്നതും. കാര്യങ്ങളൊക്കെ ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞുതരാം. ഇവർ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം പള്ളിയായ സെൻറ്റ് ഡൊമിനിക് ചർച്ചിലാണ്. ഇത് പഴയന്നൂരാട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇവർ പള്ളിയിലെത്തി. കാറിൽ നിന്ന് ഈ പച്ചക്കറിയൊക്കെ എന്തിനാ ഇറക്കുന്നതെന്നല്ലേ? നമ്മുടെ യൂണിറ്റാണ് ഇന്ന് പള്ളിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് സാറ്റർഡേ ഓരോ യൂണിറ്റുകളാണ് പള്ളിയിൽ ഫുഡ് ഉണ്ടാക്കാറ്. ഇന്ന് അതിനുള്ള ചാൻസ് നമുക്കാണ് കിട്ടിയത്. ഉണ്ണി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ജെയ്സൺ ചേട്ടൻ നിങ്ങളെല്ലാവരെയും കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പള്ളിയുടെ സങ്കീർത്തി കംപ്ലീറ്റ് നമ്മൾ വെള്ളയടിച്ചു. മൊത്തം അളമാരി ഫുള്ളായിട്ട് മാറ്റി. അളമാരി കംപ്ലീറ്റ് ചതുരം വെച്ച് പോയി കയറുന്നു. പഴയത് അത് കംപ്ലീറ്റ് മാറ്റി. അതിൻ്റെ ഒരു ദൃശ്യം കാണിക്കണം. ഈ അളമാരി കംപ്ലീറ്റ് തന്നെ പോയിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പോയിട്ട് കംപ്ലീറ്റ് മാറ്റി മുമ്പ് വെച്ചിട്ട് എല്ലാം വ്യത്യാസം വരുത്തി. ഇത് 3 റോയായിരുന്നു, അതിൽ 4 എല്ലാം നല്ല സൗകര്യപ്രദമാക്കിയിട്ട് കുറേ കാണുന്നത്. ചെതല് തട്ടി കളഞ്ഞാൽ മുകളിലേക്ക് പോയി വീണ്ടും മുടിക്ക് കയറുമായിരുന്നു. പിന്നെ ഇത് ചോപ്പ് കളറായിരുന്നു, അത് വെള്ള കളർ അടിച്ചു. ഇനിയിപ്പോൾ ലൈറ്റ് കൂടെ പിക്കാൻ ആൾക്കാർ വരുന്ന പറയുന്നത് എന്തായാലും നല്ലൊരു കാര്യമായി. എടാ പള്ളിക്ക് ഒരു മുതൽക്കൂട്ടായി. ഒരു കുറേ കാലത്ത് നോക്കണ്ടല്ലോ. അവിടെ ചെറിയ കുപ്പിക്കാൻ കളമായി പഴയ അതിപ്പോൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു കിട്ടും. ഈ ചേട്ടനാണ് ഈ വർക്കൊക്കെ നല്ല സെറ്റപ്പായിട്ട് ചെയ്തതെന്നാണ് ജെയ്സൺ ചേട്ടൻ പറയുന്നത് കേട്ടോ. ജെയ്സൺ ചേട്ടൻ്റെ ഒരു സന്തോഷം കണ്ടോ. പള്ളിയിലത്തെ സങ്കീർത്തിയൊക്കെ നല്ല അടിപൊളിയാക്കിയപ്പോൾ ചെതൽ പിടിച്ചിരുന്ന സങ്കീർത്തി കേട്ടോ അടിപൊളിയാക്കിയത്. ഈ ഇവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മയൊക്കെ പാത്രം എടുക്കാൻ പോയി അവൾ ചിക്കന് കാവലിരിക്കാന്നാണ്. മടിയുള്ളതുകൊണ്ടൊന്നല്ല കേട്ടോ ചിക്കന് കാവലിരിക്കുന്നത്, മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ അവർ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് പരിപാടി ആരംഭിക്കല്ലേ. നിങ്ങളുടെ പള്ളിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ഇതേപോലെ ഒരുമിച്ചിരുന്ന് ഫുഡ് കുക്ക് ചെയ്യാറുണ്ടോ? അങ്ങനെ ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ വൈബ് വേറെ തന്നെയല്ലേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ കഥകളും ഓരോ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് പച്ചക്കറി അരിയലും സാധനങ്ങളുടെ കൂട്ടുചേർക്കലും ഒക്കെ ആയിട്ട് ഒരു ആഘോഷം തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ പോവാറുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ. പക്ഷെ എന്തോ ഈ പ്രാവശ്യം എനിക്ക് പോവാനേ പറ്റിയില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെ. പള്ളിയിലാണ് സംസാരിച്ച് അവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ നീല ചുരിദാർ ഇട്ടുകൊണ്ട് പോകുന്ന മുതലിനെ കണ്ടോ? ഈ ആൻറ്റി ആരാന്ന് ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ സൂപ്പർ ഷെഫാണ് ഈ ആൻറ്റിയാണ് ഇന്ന് ഇവർക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നതും പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം സെറ്റാക്കുന്നതും. ഈ ആൻറ്റീനെ പറ്റി പറയാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി അച്ചാറിനെ പറ്റി. ആ അച്ചാറുണ്ടാക്കി തന്നത് ആ കക്ഷിയാട്ടോ. നല്ല ബെസ്റ്റ് കുക്ക് എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതൊക്കെ കുറഞ്ഞു പോവും. അതിനും അടിപൊളിയായിട്ട് ആൻറ്റി ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ആൻറ്റിയുടെ ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇന്നലെ എൻ്റെ മനസ്സ് മൊത്തം ആൻറ്റി ഉണ്ടാക്കുന്ന ചിക്കൻ കറി കഴിക്കാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊക്കെ വീട്ടിലെത്തിച്ചു തന്നു പാവം കക്ഷി. അതൊക്കെ കഴിഞ്ഞ് ഇവർ ഇവിടെ വേറെ പണികളിലാണ്. പാത്രങ്ങളൊക്കെ എത്തിക്കാം. ഇവിടെ ചായ വയ്ക്കുന്നു, അവിടെ പാത്രം കഴുകുന്നു, ഇവിടെ പച്ചക്കറി കഴുകുന്നു. ഇവിടെ ചായ വയ്ക്കാനുള്ള അടുപ്പ് കത്തിക്കുന്നു, പച്ചക്കറി കഴുകുന്നു, പാത്രങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കുക കേട്ടോ. ഈ നിൽക്കുന്ന ആൻറ്റിമാരും ആ അങ്കിളിനെയും കണ്ടോ, അവർ നമ്മുടെ യൂണിറ്റ് പോലും അല്ല, എന്നിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ പള്ളി അടിച്ചു വരാൻ വന്നതാണ്. അപ്പോഴാണ് ഞങ്ങളിവിടെ പച്ചക്കറി അരിയുന്നത് കണ്ടത്.
പള്ളിയടിക്കലൊക്കെ വേഗം തീർത്തിട്ട് ഞങ്ങളുടെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയതാട്ടോ ഇവർ. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരുവിധം സെറ്റായി. അപ്പുറത്ത് ചായയും വെച്ചു കേട്ടോ. ചായ പരിപാടിയാണ് അരിയിൽ വെള്ളം ഒഴിക്കുക. കത്തുന്നുണ്ട് ചൂട് ചോറ്, ചിക്കൻ കറി, ലേജോൻ്റെ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ലൈജോനെ ഉണ്ടാക്കിയ ചിക്കൻ വറുത്തൊക്കെ കഴിച്ച ശേഷം റിയ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. ദേ നമ്മുടെ സാമ്പാർ തിളച്ചു, ചൂടുവെള്ളം ആയിട്ടുണ്ട്, അപ്പുറത്ത് കഞ്ഞിയും തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് പറയാം. അങ്ങനെ നമ്മുടെ ചോറിന് വെള്ളം തിളയ്ക്കുന്നത് നോക്കി അങ്കിളുമാരും പപ്പയും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എല്ലാവരും പരിപാടിയൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ആയോ പപ്പ പണി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ പപ്പ വീഡിയോ എടുക്കാൻ വരുവാണ് ഗൈസ്. പപ്പ ഒന്നല്ല അത് വെച്ചത്. ഈ സാധനം റെഡി, ചായ റെഡി. വീഡിയോ എടുക്കേണ്ടെന്ന് പറയുമ്പോൾ മാത്രം പപ്പയുടെ ആവശ്യം കണ്ടില്ലേ. ഇവിടുത്തെ കറികൾ, സാമ്പാർ, തോരൻ, അച്ചാർ, പിന്നെ സ്പെഷ്യൽ ഒരു കറി, അത് വൈകുന്നേരത്തിന്. എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യലെന്ന് ലൈജാൻറ്റി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? പിന്നെ സ്പെഷ്യൽ ഒരു കറിയുണ്ട് വൈകുന്നേരം പറയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്ന് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാനും അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെയാണെങ്കിൽ ആൻറ്റിമാർ ഈ പാത്രമൊക്കെ കഷ്ടപ്പെട്ട് കഴുകിക്കൊണ്ടിരിക്കുക. ഇത്രയും വലിയ ചെമ്പ് കഴുകണമെങ്കിൽ ചെറിയ പണിയൊന്നും അല്ലല്ലോ. ഒരാളിവിടെ വൃത്തിയാക്കുന്നു. നമുക്ക് മമ്മിയുടെ പുറകെ പോയി നോക്കാം. ഫോൺ കാണുമ്പോൾ മാത്രം പപ്പയ്ക്ക് പണിയെടുക്കാൻ ഭയങ്കര ആത്മാർത്ഥതയാണ്. വീഡിയോയിലെല്ലാം കിട്ടുന്നില്ലേന്ന് ചോദിച്ചിട്ടാട്ടോ പപ്പ ഈ കഷ്ടപ്പെട്ട് ഈ കറിയൊക്കെ ഇങ്ങനെ കോരി വെക്കുന്നത്. എല്ലാം നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ടെന്ന് അവൾ മറുപടി പറയുന്നുണ്ട് കേട്ടോ. പപ്പയുടെ ഈ ആത്മാർത്ഥത വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വീഡിയോ ഓഫാക്കിയാൽ ഒട്ടും കാണാൻ പറ്റത്തില്ല. അങ്ങനെ അതൊക്കെ നമ്മൾ കോരി വെച്ച് അങ്ങനെ നമ്മുടെ സാമ്പാർ സെറ്റായിട്ടുണ്ട്. സാമ്പാറിന് ഇനി നമുക്ക് കടുകും പിന്നെ മുളകും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. സാമ്പാറിന് താളിച്ചെടുക്കുന്ന ഇത് എണ്ണയും കടുകൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ലൈജാൻ എന്തൊക്കെയൊക്കെയോ വാരിയിടുന്നുണ്ട്. എന്തൊക്കെയാണാവോ, ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയാഞ്ഞത്, അല്ലെങ്കിൽ എനിക്കറിഞ്ഞേനെ. അങ്ങനെ അതൊക്കെ ഇളക്കി സെറ്റാക്കി ലൈജാൻ്റെ പപ്പയും കൂടി അതെടുത്ത് അതിലേക്ക് മിക്സും ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ ഏറെക്കുറെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി ചിക്കൻ വാഴയിലയിൽ എടുക്കുന്നത് വേറെ ആർക്കും അല്ല കേട്ടോ, എനിക്ക് തന്നെയാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് കുർബാനയ്ക്ക് വരും കേട്ടോ. കുർബാനയ്ക്ക് ഞാനും ഇവരുടെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുർബാനയ്ക്ക് ശേഷം പള്ളിയുടെ ചുറ്റും ജപമാല റാലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ. വിളമ്പാനൊക്കെ ആരൊക്കെയാണ് നിന്നേ, എന്തൊക്കെയാണ് കറികൾ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് ഇപ്പം കാണിക്കാവേ. ഇതേ പ്ലേറ്റ് ചോറ്, സാമ്പാർ, തോരൻ, അച്ചാറ്, തോരൻ, സാമ്പാർ, ചോറ്, പ്ലേറ്റ് 2 കൗണ്ടറാണ്. ഇവരൊക്കെയാണ് വിളമ്പുന്ന ആൾക്കാർ. അപ്പുറത്ത് വെള്ളം നല്ല അടിപൊളിയായിട്ട് അറേഞ്ചും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആൾക്കാർ വരിക, ഫുഡ് കഴിക്കുക, ആൾക്കാർ വരിക. ഇത്രയേ ഉള്ളൂ പരിപാടി.